ഹലോ, ദിസ് ഈസ് പൈത്തൺ മലയാളം. പൈത്തൺ മലയാളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലൂടെ മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മെനൂസ് അതുപോലെ സ്റ്റാറ്റസ് ബാർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിന് താഴെയായി അടിഭാഗത്ത് കാണുന്ന ഈ ഒരു സ്ഥലമാണ്. കൺട്രോൾ എഫ് വിൻഡോസ് എന്നൊക്കെ കാണിക്കുന്ന ഈ സ്ഥലം. മെനു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെനൂസ് മുകളിൽ കാണുന്ന ഫയൽ മെനു, എഡിറ്റ് മെനു, അതുപോലെ തന്നെ അതിനകത്തുള്ള ഐറ്റംസ്, മെനു ഐറ്റംസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് PyQt ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ബേസിക് ഫ്രെയിം വർക്കാണിത്. നമ്മൾ വിഡ്ജറ്റ് ക്ലാസ് ആണ് ഇതുവരെ ഉപയോഗിച്ചത്. നമുക്ക് മെനു ബാർ അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ ഒക്കെ നമ്മുടെ വിൻഡോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്ജറ്റ് ക്ലാസ്സിന് പകരം മെയിൻ വിൻഡോ ക്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. മെയിൻ വിൻഡോയിൽ വിഡ്ജറ്റിനേക്കാളും ഒരല്പം കൂടെ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞ മെനു, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ ഒക്കെ ആഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമ്പിൾ വിൻഡോ കിട്ടി. നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ. നമുക്കൊരു സ്റ്റാറ്റസ് ബാർ എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് നിർമ്മിച്ച പോലെ തന്നെ ഹോം എന്നൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മുമ്പായിട്ട് സെൽഫ് ഡോട്ട് ഹോം എന്ന് നമ്മൾ ആഡ് ചെയ്തു. ഹോമിൽ നമുക്കൊരു സ്റ്റാറ്റസ് ബാർ ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് സ്റ്റാറ്റസ് ബാർ. ഇതോടുകൂടി സ്റ്റാറ്റസ് ബാർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നമ്മളവിടെ ഷോ മെസ്സേജ് പ്രോഗ്രാം ലോഞ്ച്ഡ് എന്ന് നമ്മൾ കൊടുത്തു. ഇതാണ് നമ്മുടെ മെസ്സേജ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിനടിയിലായിട്ട് നമ്മുടെ യൂസർ ഇൻ്റർഫേസിന് താഴെയായിട്ട് പ്രോഗ്രാം ലോഞ്ച്ഡ് എന്ന് കാണാം. സോ അതാണ് സ്റ്റാറ്റസ് ബാർ. നമുക്ക് പ്രോഗ്രാമിൽ ഓരോ കമൻറ്റുകളൊക്കെ കൊടുത്തിട്ട് ഈ സ്റ്റാറ്റസ് ബാറിൽ മെസ്സേജ് ചേഞ്ച് ചെയ്യാം. അതുപോലെ മെനു നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെൽഫ് ഡോട്ട് മെനു ബാർ. മെയിൻ മെനു എന്ന പേരിൽ നമുക്കത് അസൈൻ ചെയ്യാം. സെൽഫ് ഡോട്ട് മെനു ബാർ. ഇപ്പോൾ ഒരു മെനു ബാർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അല്ലേ? കാരണം നമ്മൾ മെനു ബാറിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് നമ്മുടെ മെയിൻ മെനുവിനകത്ത് ഒരു ഫയൽ മെനു ക്രിയേറ്റ് ചെയ്യണം. ആ ഫയൽ മെനുവിനകത്ത് ആക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫയൽ മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. അപ്പോൾ ഫയൽ മെനു എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫയൽ മെനു ഈസ് ഈക്വൽ ടു മെയിൻ മെനു എന്ന് പറയുന്ന മെയിൻ മെനുവിൽ നമുക്ക് ഫയൽ മെനു ആഡ് ചെയ്യണം അല്ലേ? ആഡ് മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇൻവേർട്ട് കോമ. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫയൽ എന്ന് പറയുന്ന ഒരു എൻട്രി നിങ്ങൾക്ക് കാണാം. പക്ഷെ ഫയലിനകത്ത് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫയലിനകത്ത് ഒരു ആക്ഷൻ, ഇതൊക്കെ ഓരോ ആക്ഷനുകളാണ്. അപ്പോൾ അതുപോലെ ഒരു ആക്ഷൻ നമുക്ക് നമ്മുടെ ഫയൽ മെനുവിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെനു ബാർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഒരു ഫയൽ മെനു ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മളൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഫയൽ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ നമുക്കൊരു എൻട്രി, ഒരു ആക്ഷൻ ആഡ് ചെയ്യാം. ന്യൂ ഫയൽ ആക്ഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ Qt ക്ലാസ്സിലെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉപയോഗിക്കുന്നു. Qt ആക്ഷൻ പാരന്തസിസിനകത്ത് ന്യൂ ഫയൽ, അതുപോലെ തന്നെ കോമ, ഒരു ഒബ്ലിഗേറ്ററി സെൽഫും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു ന്യൂ ഫയൽ ഐറ്റം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ മെനു എംപ്റ്റി തന്നെയാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ ഫയൽ മെനുവിലേക്ക് നമുക്ക് ന്യൂ ഫയൽ ആക്ഷൻ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫയൽ മെനു ഡോട്ട് ആഡ് ആക്ഷൻ പാരന്തസിസിനകത്ത് നമ്മുടെ ന്യൂ ഫയൽ ആക്ഷൻ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ന്യൂ ഫയൽ എന്ന് കാണാം. അപ്പോൾ അത് വളരെ സിമ്പിളാണ് അല്ലേ? ആദ്യം മെയിൻ മെനു ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഫയൽ മെനു, അതിനുശേഷം ഉള്ളിലുള്ളൊരു ഐറ്റം എന്നുള്ള നിലക്ക് ന്യൂ ഫയൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഐറ്റം ഫയൽ മെനുവിലേക്ക് ആഡ് ചെയ്തു. ഇനി എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എക്സിറ്റ് ആക്ഷൻ ഈസ് ഈക്വൽ ടു Qt ആക്ഷൻ പാരന്തസിനകത്ത് എക്സിറ്റ് കോമ
സെൽഫ്. ഇനി നമുക്കത് ഫയൽ മെനുവിൽ ആഡ് ചെയ്യണം അല്ലേ. ഫയൽ മെനു ഡോട്ട് ആഡ് ആക്ഷൻ എക്സിറ്റ് ആക്ഷൻ. ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കുന്നു. ഫയലിനകത്ത് രണ്ട് ആക്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ ഫയൽ മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സാമ്പിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എഡിറ്റ് മെനു വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ എഡിറ്റ് മെനു മെയിൻ മെനു ഡോട്ട് ആഡ് മെനു എഡിറ്റ്. ഇനി നമുക്ക് എഡിറ്റ് മെനുവിൽ ഒരു ആക്ഷൻ ആഡ് ചെയ്യാം. കട്ട് എന്ന് പറയുന്ന ആക്ഷൻ നമുക്കൊന്ന് എഡിറ്റ് മെനുവിൽ ആഡ് ചെയ്യാം. അപ്പോൾ കട്ട് ആക്ഷൻ qt4 ആക്ഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ്, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് ഇപ്പം മനപ്പാടായിട്ടുണ്ടാകും. അപ്പം നമ്മളിനി ഈ ആക്ഷൻ എഡിറ്റ് മെനുവിലേക്ക് ആഡ് ചെയ്യണം. എഡിറ്റ് മെനു ഡോട്ട് ആഡ് മെനു അല്ല, ആഡ് ആക്ഷൻ കട്ട് ആക്ഷൻ. റൺ ചെയ്ത് നോക്കുമ്പോൾ ഫയലും എഡിറ്റ് മെനുവിൽ കട്ടും ഒക്കെ നമുക്ക് കാണാം. സോ മെനൂസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇനി നമ്മൾ ഈ ആക്ഷനുകൾ എങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ പഠിക്കും. നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ താമസിയാതെ ട്രൈ ചെയ്യും. സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ച്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.